നരേന്ദ്രമോദി നയിക്കുന്ന മൂന്നാം NDA സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിന് പിന്നാലെ രാജ്യത്തെ ഓഹരി വിപണിയിൽ വൻ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ദീർഘകാല നിക്ഷേപങ്ങൾക്കുള്ള മൂലധന നേട്ടനികുതി 10-ൽ നിന്നും 12.5% പ്രഖ്യാപനമായിരുന്നു ഓഹരി വിപണിയെ പ്രതികൂലമായി ബാധിച്ചത്. ഹ്രസ്വകാല നിക്ഷേപങ്ങൾക്ക് 20% ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി നിരക്ക്. രൂപയും റെക്കോർഡ് ഇടിവ് നേരിട്ടു. നിഫ്റ്റി 50 പോയിന്റും BSE സെൻസെക്സ് 1% വീതം ഇടിഞ്ഞ് യഥാക്രമം 24,225, 80,024 എന്നിങ്ങനെയാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ 83.69 എന്ന റെക്കോർഡ് താഴ്ചയിലേക്ക് വീണു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനമാണ് വിപണിയെ നേരിട്ട് ബാധിച്ച മറ്റൊരു നടപടി. സ്വർണത്തിന്റെയും വെള്ളിയുടെയും അടിസ്ഥാന കസ്റ്റംസ് തീരുവ 6%-ൽ നിന്നും 5%-ആയിട്ടാണ് കുറച്ചത്. ഗ്രാമിന് 250 രൂപ കുറഞ്ഞ് 6,495 രൂപയും പവന് 2,000 രൂപ താഴ്ന്ന് 51,960 രൂപയുമായി. ബജറ്റ് ദിവസം രാവിലെ ഗ്രാമിന് 6,745 രൂപയിൽ നിന്നും ആരംഭിച്ച വ്യാപാരമാണ് ബജറ്റിന് പിന്നാലെ ഇടിവ് നേരിട്ടത്. ബജറ്റ് പ്രഖ്യാപനത്തിൽ ഇറക്കുമതി നികുതി 15%-ൽ നിന്നും 6%-ആകുമ്പോൾ വിലയിൽ ഏകദേശം 4,223 രൂപയുടെ കുറവ് വരുമെന്നാണ് വിലയിരുത്തൽ. നിർമ്മല സീതാരാമന്റെ പ്രഖ്യാപനം ജ്വല്ലറി ഓഹരികളിൽ ഉയർച്ചയ്ക്ക് കാരണമായി. PC ജുവലർ, സെൻസ് ഗോൾഡ്, തങ്കമയിൽ ജ്വല്ലറി, ടൈറ്റൽ തുടങ്ങിയ ജ്വല്ലറികളുടെ ഓഹരികളിൽ നേട്ടം കൈവരിച്ചു. കല്യാൺ ജ്വല്ലേഴ്സ് ഓഹരികളും വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് കുറയ്ക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു സർക്കാർ ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നത്. വെള്ളിക്കും ഇത് പ്രതീക്ഷ നൽകുകയാണ്.